إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم فلا خوف عليهم ولا هم يحزنون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചു അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ശഅബാനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ടിട്ടുണ്ട്. ശഅബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സജീവമായി ഉണ്ടായിരുന്ന മാസമാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്നാൽ നമ്മുടെ സമൂഹം ഒരുപാട് അനാചാരങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന മാസവുമാണ് ഈ മാസം എന്നത് ഖേദകരവുമാണ്. അതിൽ തന്നെ ബറാഅത്ത് രാവ്, ബറാഅത്ത് നോമ്പ്, വിധി നിർണയ രാവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. ആ മാസം പ്രത്യേകം ഖബർ സിയാറത്ത്, അന്നേ ദിവസം ഖബർ സിയാറത്തിന് പ്രത്യേകമായ പുണ്യം പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാവരും മഖബറുകളെ താണ്ടിക്കൊണ്ടുള്ള യാത്രകൾ, ഒരുപാട് സിയാറത്ത് ടൂറുകളൊക്കെ ആളുകൾ നടത്തുന്നത് ഈ മാസത്തിലാണ്. അതേപോലെ തന്നെ സിയാറത്ത് ടൂറുകൾ, ബറാഅത്ത് രാവിലെ പ്രത്യേക നമസ്കാരം, ബറാഅത്ത് രാവിലെ ചീരണിയും അതേപോലെ സുഭിക്ഷമായ ഭക്ഷണവും, അതേപോലെ ഇശാ മഗ്‌രിബിനിടയിലുള്ള യാസീൻ പാരായണം, ഓരോ പാരായണം അവസാനിക്കുമ്പോഴും പ്രത്യേക പ്രാർത്ഥനകൾ, ഇല്ലാത്ത ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണം വെച്ചോ അല്ലെങ്കിൽ പ്രത്യേക ദിനത്തിൽ ചെല്ലണമെന്നോ പറഞ്ഞിട്ടില്ലാതെ അങ്ങനെയുള്ള പറയാത്ത ഒരുപാട് ദിക്റുകളും പ്രാർത്ഥനകളും, അതേപോലെ സൂറത്തു ദുഖാൻ പാരായണം ചെയ്യൽ, അതുപോലെ ഒരുപാട് അനാചാരങ്ങൾ, ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഇതൊക്കെയും കേൾക്കുമ്പോൾ നല്ലതല്ലേ നമ്മൾ വിചാരിക്കുക.
പക്ഷെ അള്ളാഹുവിന്റെ ദീൻ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി കൃത്യമാക്കി തന്നിട്ടുള്ളതാണ്. അല്ലാത്തതൊക്കെ നമ്മൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചു തുടങ്ങി ഒരു വലിയ തലമുറ കഴിഞ്ഞാൽ അത് ദീനിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ അത് ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാവരും 5 നേരം നമസ്കരിക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകാത്ത ആളുകളാണ് ഇന്നെന്ന പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടമാടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാറുള്ളത്. ബഹുമാന്യരായ എന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, അത്തരം കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഷാബാൻ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ വളരെ മഹത്തരമായ കുറെ കാര്യങ്ങൾ. ഒന്നാമതായി പരിശുദ്ധ റമദാനിലേക്കുള്ള ഒരുക്കമാണ് നമ്മൾ യഥാവിധി ചെയ്യേണ്ടത്. കടന്നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നോറ്റെടുക്കുക എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത് ആളുകളുമായിട്ടുള്ള കടപ്പാടുകൾ, ആളുകളുമായിട്ട് ഏതെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തുക എന്നത് പ്രധാനമാണ്. കാരണം ഈ വരുന്ന റമദാൻ നമുക്കറിയില്ല നമ്മുടെ അവസാനത്തെ റമദാൻ ആകുമോ ഇല്ലയോ എന്ന്. ആരെങ്കിലും ഒരാൾ ഈ ഒരു റമദാൻ കൊണ്ട് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു റമദാൻ മതിയാകും. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിലുള്ള ഇത്തരത്തിലുള്ള ഗ്യാപ്പുകളൊക്കെ കറക്റ്റ് ചെയ്യുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം നമുക്കറിയാം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷയും നമസ്കാരം കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളും, അവർക്ക് റിസ്ക് നൽകും, അവർക്ക് അള്ളാഹുവിന്റെ എല്ലാ സഹായവും ഉണ്ടാകും, എല്ലാ പാപങ്ങളിൽ നിന്നും അവർ മുക്തരായിരിക്കും. അങ്ങനെ ഒരുപാട് ആയത്തുകൾ നമസ്കാരത്തെ പറ്റി പറയുന്നു. എന്നാൽ ആ നമസ്കാരത്തെ പറ്റി പറയുന്ന ആയത്തുകളിൽ മിക്കവാറും ആയത്തുകളുടെ കൂടെ സക്കാത്തിനെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും. സക്കാത്തിനെ പറ്റി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സക്കാത്തിന്റെ കാര്യത്തിൽ ബോധ്യത ഉള്ള ആളുകളാണ്, നമ്മൾ ബോധ്യരാണ്. പക്ഷേ പലപ്പോഴും റമദാനിലാണ് എല്ലാ ആളുകളും സക്കാത്ത് കൊടുക്കാൻ ഒരുങ്ങുക. നമ്മുടെ ഒരു തുടക്കം ചിലപ്പോൾ തെറ്റിയാലും അന്ന് ചിലപ്പോൾ ആ നിസാബ് അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ ഹിജ്റ വർഷത്തെ ഒരു അളവ് ചിലപ്പോൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ ഒരാൾ റമദാനിൽ കൊടുത്തു തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് ഓർമ്മ വരെ അടുത്ത റമദാൻ വരുമ്പോൾ റമദാനായി ഇനി സക്കാത്ത് കൊടുക്കണം. അങ്ങനെ അതിങ്ങനെ ആവർത്തിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസാബ് തികയാനും അതേപോലെ തന്നെ അയാളുടെ ആ സക്കാത്തിന്റെ ആ പൂർണ്ണ സമയമുണ്ടല്ലോ, ആ ഹൗല് തികയാനുമൊക്കെ തീർച്ചയായിട്ടും ഒരു റമദാൻ അടയാളപ്പെടുത്തുമ്പോൾ എളുപ്പമാണ്. എന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായി വരാറുള്ളത്. ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, സാങ്കേതികമായി സക്കാത്തിനെ പറ്റി ഖുതുബ പറഞ്ഞാലും ക്ലാസ് എടുത്താലും അല്ലെങ്കിൽ ഒരു ലേഖനം വായിച്ചാലൊക്കെ നമുക്ക് തയ്യാറാകാൻ നമ്മൾ മാനസികമായിട്ട് പെട്ടെന്ന് റെഡിയാകും. ഒരൊറ്റ ഖുതുബ മതി. ആ കാലം വരെ, ആ സമയം വരെ സക്കാത്തിനെ പറ്റി ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ തന്റെ അക്കൗണ്ടിൽ, തന്റെ ബാങ്കിൽ അല്ലെങ്കിൽ തന്റെ അലമാരയിൽ പോയി ആ വസ്തു എടുത്തിട്ട് സക്കാത്ത് കൊടുക്കാൻ ഒരൊറ്റ ഖുതുബ മതിയാകും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആഭരണങ്ങളിൽ നിന്ന് ഇത്ര ശതമാനം ഞാൻ ഒരിക്കലും ഉപയോഗപ്പെടുത്തില്ല, ഇതെനിക്ക് പറ്റാത്തതാണ്, എന്റേതല്ല, ഇതിന്റെ അവകാശികൾ വേറെയാണെന്ന് വിചാരിച്ചു മാറ്റി നിർത്താൻ ചിലപ്പോൾ അരമണിക്കൂറത്തെ സംസാരം മതിയാകും, അല്ലെങ്കിൽ ഒരു ലേഖനം വായിച്ചാൽ മതിയാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും, നമ്മൾ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാലും സാങ്കേതികമായിട്ട് ചില തടസ്സങ്ങൾ നമുക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്താണത്? ഇപ്പോൾ 2.5% ഇന്നെന്ന കാര്യങ്ങളിലൊക്കെ സക്കാത്ത് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചു. നമുക്കറിയാം 4 തരത്തിലാണ്, 4 വിഭാഗത്തിനാണ് പ്രധാനമായും നമുക്ക് സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഒന്ന് ആഭരണം, വെള്ളി, സ്വർണം, അതേപോലെ കറൻസി. ഇത് നമ്മൾ വ്യാപകമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, കൊടുത്തതാണ്. മറ്റൊന്നാണ് ബഹീമത്തുൽ അൻആം, ഈ കന്നുകാലികൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം കന്നുകാലികൾ അത് കച്ചവടം ചെയ്യുന്നവരും അതൊക്കെ വളരെ കുറവാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ആ കന്നുകാലി സമ്പത്തുള്ള ആളുകളെ പറ്റി നമ്മൾ 1-2 ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാലും അറബ് നാടുകളിൽ കന്നുകാലി സമ്പത്ത് എന്നത് അവരുടെ പ്രധാന വിഭവത്തിൽപ്പെട്ടതായിരുന്നു, പ്രധാന മൂല്യധനത്തിൽ പെട്ടതായിരുന്നു കന്നുകാലികൾ. ഒട്ടകമായാലും മറ്റു ആടും അതുപോലുള്ള കന്നുകാലികൾ. മറ്റൊരു വിഭാഗം കൃഷി, അതേപോലെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവ, പെട്രോള്, കൃഷി, ഖനികൾ, ഇങ്ങനെയുള്ള വിഭാഗം. 4ാമത്തെ വകുപ്പാണ്
കച്ചവട വസ്തുക്കൾ, കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങി ശേഖരിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ. ഇത്രയും സാധനങ്ങളാണ് പൊതുവെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകി നിൽക്കുന്ന സക്കാത്ത് കൊടുക്കേണ്ടതായി വരുന്ന വസ്തുക്കൾ എന്ന്. ഞാൻ ഈ ഖുതുബയിൽ ഇത് പറയാൻ കാരണം ഇത് വളരെ ഗൗരവമാണ് പ്രിയപ്പെട്ടത്. നമ്മുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനമായും പഠിപ്പിച്ച ഒരു വലിയ സൽക്കർമ്മമാണ് സക്കാത്ത്. പലപ്പോഴും നമസ്കാരത്തിന്റെ കൂടെ തന്നെ ഒരു സക്കാത്ത് കൊടുക്കണമെന്ന് വരെ വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. അത്രത്തോളം പ്രാധാന്യവും പ്രതിഫലവുമുള്ള ഒരു സൽക്കർമ്മമാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 4-5 പൈസക്കാര് സക്കാത്ത് കൊടുക്കുക, ബാക്കി 95 ആൾക്കാർ അത് വാങ്ങുക, അതല്ല സക്കാത്ത്. എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അതിൽ ഈ പറഞ്ഞ പോലെ നിസാബൊക്കുകയും എന്നിട്ട് അത് ഹൗല് തികയുകയും, അതായത് 595 ഗ്രാം വെള്ളിയുടെ വിലക്കനുസരിച്ചുള്ള ഈ പറഞ്ഞ വസ്തുക്കളുടെ മൂല്യം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് 60,000 മുതൽ 61,000 വരെ ഉറുപ്പ്യ വരും 595 ഗ്രാം വെള്ളി. ഈ 61,000 രൂപ ഏകദേശം, അല്ലെങ്കിൽ 60,000 രൂപ, അതിന്റെ മൂല്യത്തിൽ ഒരാൾക്ക് ഒരു കുറച്ച് പൈസ ഉണ്ട്, ഒരു വർഷം തികഞ്ഞ കുറച്ച് പൈസ ലാഭത്തിൽ നിന്ന്, സാലറിയിൽ നിന്ന്, അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ചതിൽ നിന്ന്, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ, ഞാൻ ആഭരണത്തിലേക്കൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ആഭരണങ്ങൾ നമുക്കറിയാം പല വിധത്തിലാണ്. ചില ആളുകൾ ഡെപ്പോസിറ്റ് എന്ന നിലക്ക് അല്ലെ ബിസ്ക്കറ്റുകളായിട്ടും കോയിനുകളായിട്ടും ശേഖരിക്കുന്നവർ, ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നവർ, അത് ശരീരത്തിൽ ധരിക്കാൻ വേണ്ടി ആഭരണമാക്കിയവർ, ശേഖരിച്ചു വെക്കാനും പബ്ലിക്കിൽ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തു വെച്ച ആളുകൾ. ഒരു കല്യാണത്തിന് ഒരു പെണ്ണ് 100 പവൻ അവളെ വാപ്പ കൊടുത്താൽ അന്ന് അവൾ ധരിക്കും, അന്ന് പബ്ലിക്കിനെ കാണിക്കാനാണ്. പിന്നെ അവൾ ഒരിക്കലും ധരിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം. യഥാർത്ഥത്തിൽ തന്റെ ഭർത്താവിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഭരണം ധരിക്കലാണ് ശരിക്കും ഹലാലായ ധരിക്കൽ. ആർക്കും എന്നോടൊന്നും തോന്നരുത്, ഇതിന്റെ വാസ്തവം പറയുക എന്നത് ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ ആഭരണം ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ എന്തിനു വേണ്ടിയിട്ട്? കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അതും സ്വർണത്തിന്റെ ആഭരണമാണ്. ഇങ്ങനെ 3-4 തലക്ക് സ്വർണ്ണാഭരണം തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? മൂല്യധനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ധരിച്ചിരിക്കുന്ന 10 പവൻ, അതാണ് ഒരുപാട് ഫിഖ്ഹി പണ്ഡിതന്മാരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ മസ്അലകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു അളവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ മുകളിലോട്ടുള്ള സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും വെള്ളിക്ക് എത്ര പൈസയാണോ, അതായത് 61,000 രൂപക്ക് നമുക്ക് കണക്കൂട്ടാൻ എളുപ്പമാണ്. ഒരു പവൻ എന്ന് ഏകദേശം വേണമെങ്കിൽ വെക്കാം. ആ ഒരു പവൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിൽ നിന്ന് 2.5% കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ സ്ഥിരമായി ധരിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് വരുന്നില്ല. അതേപോലെയാണ് ഭൂമി നോക്കിയാലും, വസ്തുക്കൾ നോക്കിയാലും, ബിൽഡിംഗ് നോക്കിയാൽ, വീട് നോക്കിയാൽ, വീടിന് സക്കാത്തില്ല, വാഹനത്തിന് സക്കാത്തില്ല. അയാൾ ക്രയവിക്രയം നടത്തുന്ന ഇത്തരം വസ്തുക്കൾക്ക് സക്കാത്തില്ല. പക്ഷേ ഒരാൾ വാഹനം അയാളടുത്തുള്ളത് വാടകയ്ക്ക് കൊടുക്കുന്ന വാഹനമാണെങ്കിൽ അതിന് സക്കാത്തുണ്ട്. വീട് വാടക കൊടുക്കുന്ന വീടാണെങ്കിൽ സക്കാത്തുണ്ട്. ആഭരണം വാടകയ്ക്ക് കൊടുക്കുന്ന ആഭരണമാണെങ്കിൽ അതിന് സക്കാത്തുണ്ട്. ആഭരണം കച്ചവടം ചെയ്യാൻ വെച്ച ആഭരണമാണെങ്കിൽ അതിന് സക്കാത്തുണ്ട്. ഭൂമി വിൽക്കാൻ വെച്ച് അതിൽ നിന്ന് ലാഭം ഉൽപ്പന്നമാക്കി അല്ലെങ്കിൽ സമ്പാദിക്കാൻ വിചാരിച്ചു വെച്ച ഭൂമിയാണെങ്കിൽ അതിനും സക്കാത്തുണ്ട് എന്നതാണ് പണ്ഡിതന്മാരുടെ കൗലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്ക് ഇന്ന് കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. സ്വർണം പോലും വെള്ളിയുടെ 595 എന്ന ഗ്രാം നിസാബിൽ വെച്ചിട്ടാണ് പണ്ഡിതന്മാർ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായതും മുൻപ് കാലങ്ങളിൽ കൊടുത്തിരിക്കുന്ന സിസ്റ്റതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വെള്ളിക്ക് വില കുറവാണ്. പക്ഷേ കാലാന്തരാണ് വെള്ളിക്ക് വില കൂടുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വെള്ളിയുടെ നിസാബ് വെച്ചുകൊണ്ട് കൊടുക്കുന്നത് എത്രത്തോളം ഉപകാരമാകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ നമ്മൾ എല്ലാവരും അവിടെ മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ പറഞ്ഞത്, ഹറാമായി ധരിക്കാൻ വേണ്ടി വെച്ച ആഭരണങ്ങൾ അതിന് പോലും സക്കാത്തുണ്ട്. ഹറാമായി ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ ഹറാമാണ്. പക്ഷേ പുരുഷന്റെ കയ്യിലുള്ള ആ സ്വർണത്തിനും അയാൾ സക്കാത്ത് കൊടുക്കണം. സ്ത്രീകൾ പബ്ലിക്കിലേക്ക് അന്യപുരുഷന്മാരെയും അന്യ ആളുകളെയും കാണിക്കാൻ വേണ്ടി ധരിക്കുന്ന സ്വർണം യഥാർത്ഥത്തിൽ ഹറാമാണ്. പക്ഷേ അതിനും എന്ത് ചെയ്യണം? അവർക്ക് ശേഖരിച്ചു വെക്കാം. മൂലധനം എന്ന നിലക്ക് വെച്ച സ്വർണ്ണമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. എന്നാൽ ചില പണ്ഡിതന്മാർ ധരിക്കുന്ന ആഭരണങ്ങൾക്ക്, ഇമാമുകളിൽ ഈ ഷാഫി റഹ്മഹുല്ലാ, അതേപോലെ ഹംബലി, മാലികി പോലെയുള്ള പണ്ഡിതന്മാർ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹനഫി ഇമാം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് 10.5 പവന് ശേഷമുള്ള ആഭരണങ്ങൾക്ക്
പിന്നെ സക്കാത്ത് കൊടുക്കണമെന്നാണ്. അതിനെന്താണ് ഈ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോൾ നമുക്ക് എളുപ്പമുള്ള അഭിപ്രായം എടുക്കുക എന്നതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ അഭിപ്രായത്തിന് എന്താണ് തെളിവ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ അടുക്കലേക്ക് പോയ സമയത്ത് കൈകളിൽ വലിയ വെള്ളിയുടെ മോതിരം കണ്ടു, 2 എണ്ണം കണ്ടു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല ആയിഷ ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അലങ്കാരത്തിന് വേണ്ടി താങ്കളെ കാണിക്കാൻ വേണ്ടി ധരിച്ചതാണ്. അന്നേരം റസൂൽ ചോദിക്കുന്നുണ്ട്, ആയിഷ ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ആയിഷ ബീവി പറഞ്ഞു, ഇല്ല റസൂലെ. എങ്കിൽ പിന്നെ നരകത്തിൽ എത്താൻ, നരകം സ്പർശിക്കാൻ ഇത് മതിയാകും ആയിഷ എന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു. അതേപോലെ തന്നെ പ്രവാചകന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുടെ കയ്യിൽ നല്ല കട്ടിയുള്ള കനമുള്ള സ്വർണ്ണവള കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ വളക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല. എങ്കിൽ ഖിയാമത്ത് നാളിൽ നരകത്തിൽ പിന്നെ എന്താ പറയാ, നമുക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത വിധത്തിലുള്ള ആ നരകത്തിലെ വള ധരിക്കാൻ നിങ്ങൾക്ക് ഭയമില്ല എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ മകളുടെ കയ്യിൽ നിന്ന് ഊരിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രവാചകരെ, ഞാനിത് അല്ലാഹുവിന്റെ ദീനിലേക്ക് പിന്നെ സബീലില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാനിത് അത് മുഴുവനായിട്ടും സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞ് പിന്നെ ഊരിക്കൊടുത്തത് ഇമാം നസായിയും അതേപോലെ അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിച്ചിരുന്നു. ആളുകളൊക്കെ വളരെ കൺഫ്യൂഷനായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആഭരണമല്ല. ആഭരണം എന്ന് പറഞ്ഞാൽ ധരിക്കാൻ വേണ്ടി എന്നത് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ധൈര്യത്തിലൊക്കെ നമ്മൾ സ്വർണം വെക്കുന്ന ആളുകളാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളാണെങ്കിൽ ധരിക്കാൻ പറ്റാത്താണെങ്കിൽ നിർബന്ധമായിട്ടും അതിന് സക്കാത്ത് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത വിധം നമ്മുടെ ഇസ്ലാം കൃത്യമാക്കി നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനിത് ഇന്ന് ഈ ഒരു വിഷയം എടുക്കാൻ കാരണം, സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ശഅബാനിൽ ഒരുങ്ങിയാലേ റമളാനിൽ നിങ്ങൾ ഹൗല് തികഞ്ഞ് അല്ലെങ്കിൽ ഹിസാബ് ഒപ്പിച്ച് സക്കാത്ത് കൊടുക്കാൻ ആത്മാർത്ഥമായിട്ട് തയ്യാറാകുക. തന്റെ കുറെ സ്വത്തുക്കളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വാരിക്കൊടുക്കുക, അല്ലെങ്കിൽ 2.5% ആക്കേണ്ട ഒരു 3.5% ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സൂക്ഷ്മതയ്ക്ക് കണക്കൂട്ടാണ്ട് കൊടുക്കുക പറ്റൂല പ്രിയപ്പെട്ടവരെ. ഇപ്പൊ വുളൂ ചെയ്യുമ്പോൾ 3 തവണ മോങ്ക് വേണം. ഒരുത്തം വിചാരിക്കുകയാണ് 3 തവണ കയ്യിൽ ഏതൊക്കെ ഭാഗം ചിലപ്പോൾ നഞ്ഞിട്ടുണ്ടാവില്ല, ഒരു 5 തവണ കൂടെ കിടന്നോട്ടെ, എന്നിട്ട് അള്ളാഹു അതിൽ നിന്നൊരു 3 എണ്ണം നല്ലതെടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് നമ്മൾ കണ്ണു ചുമ്പി വാരി കൊടുക്കുക എന്നുള്ളത്. അത് സ്വതക്കയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ, ഇപ്പൊ കച്ചവടക്കാരനാണെങ്കിൽ, ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, കച്ചവടക്കാരനാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് കറൻസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കറൻസി ഇല്ല. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു പോയിന്റ്. പ്രവാചകന്റെ കാലത്ത് കറൻസി സമ്പ്രദായം ഇല്ല, മറിച്ച് നാണയങ്ങളായിരുന്നു. ഇത് ഈ പറഞ്ഞ ദീനാറും ദിർഹമും പോലെയുള്ള. എന്നാൽ അത് ഖിയാസ് ചെയ്തുകൊണ്ടാണ് സ്വർണത്തിലേക്കോ വെള്ളിയിലേക്കോ പിന്നെ ആക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സക്കാത്തിനെ നമ്മുടെ കറൻസിയിൽ തിട്ടപ്പെടുത്തുന്നത്. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക്. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകളും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ 10 ലക്ഷം രൂപ ഒരാൾ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. അയാളുടെ ഫർണിച്ചർ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ അയാളുടെ സ്റ്റോക്ക് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിയ വില വെച്ച് സ്റ്റോക്ക് എടുത്താൽ അയാളുടെ മുതൽ കൊല്ലായിട്ട് എന്റെ കയ്യിലുള്ള വസ്തുക്കളാണ്. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് സ്റ്റോക്ക് എടുത്തപ്പോൾ 7 ലക്ഷം രൂപയുടെ സാധനം കിട്ടിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, തീർച്ചയായിട്ടും ആ അളവിൽ സക്കാത്ത് കൊടുക്കും. എന്നാൽ ഒരു 10 ലക്ഷം രൂപ ഒരാൾ ഒരു ഹോട്ടലിലാണ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ പൈസ കാണൂല. ആ കാണാത്തതിന് എന്ത് വേണ്ട, ആ ശേഖരിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വസ്തുക്കൾക്ക് സക്കാത്തില്ല എന്നതാണ്. എന്നാൽ അവിടെ പിന്നെ വിൽപ്പന നടത്തി പൈസ വാങ്ങാൻ പറ്റിയ നമ്മൾ എന്താ പറയാ പാനീയങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് സ്റ്റോക്ക് എടുത്തിട്ട് ഒരു വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് അയാൾ സക്കാത്ത് കൊടുക്കും. നേരെ മറിച്ച് ഫർണിച്ചർ മറ്റുള്ള കാര്യങ്ങൾ അതിനാണ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ലോഡ്ജുകൾക്കൊക്കെ അങ്ങനെയുള്ള പൈസയാണ് പോകുക. അതിനൊന്നും എന്തില്ല, അയാൾ വലിയ പ്രോപ്പർട്ടിയുടെ ഉടമയായിരിക്കും, പക്ഷെ അയാൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വസ്തുക്കളായതുകൊണ്ട് അയാൾക്ക് അതിന് സക്കാത്തില്ല എന്നാണ് അല്ലാഹു അഅലം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് PF ഫണ്ടുകൾ, അത് കുറച്ച് ഫണ്ടുകൾ അവിടെ എണ്ണം തങ്ങിക്കിടക്കും. അതിൽ നിന്ന് എടുക്കുന്ന 75% അതിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതാണ് ഒരു ടൈം. പിന്നെ ഒരു നിശ്ചിത കാലം 4 മാസം കഴിഞ്ഞാൽ വീണ്ടും എടുക്കും. എപ്പോഴും എടുക്കാൻ കഴിയുന്ന ആ എമൗണ്ട് അയാൾക്ക് ക്രയവിക്രയം നടത്താൻ പറ്റിയ എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അയാൾ അതിൽ നിന്നും ഈ പറഞ്ഞ 2.5% അയാൾ കൊടുക്കേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാടുള്ള വ്യക്തികൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്.
അവരൊക്കെയും ഈ മാസത്തിലാണ് നമ്മളുടെ ഇപ്പം എല്ലാം സിസ്റ്റമാറ്റിക്കൽ ആയതുകൊണ്ട് ചിലപ്പോൾ സിസ്റ്റത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ സിസ്റ്റം നോക്കി എത്ര എമൗണ്ടിന്റെ നമ്മൾ പർച്ചേസ് ചെയ്ത വിലയിൽ എത്ര എമൗണ്ടിന്റെ സ്വത്തുക്കളുണ്ട്, അതിൽ നിന്ന് കടത്തിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. കടങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട്, അതായത് റമദാനിൽ സ്ഥിരമായി സകാത്ത് കൊടുക്കുന്ന ഒരാൾ, അയാൾക്ക് റമദാൻ കഴിഞ്ഞ് ബലിപെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഒരു പാർട്ടിക്ക് 1 ലക്ഷം കൊടുക്കാനുള്ളതെന്ന് വിചാരിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം? ഇവിടെ സക്കാത്ത് കൊടുക്കണം. നേരെ മറിച്ച് റമദാനിൽ ക്ലിയർ ചെയ്യുന്ന ഒരു കടമാണെങ്കിൽ അയാൾക്ക് മൂലധനത്തിൽ നിന്ന് എന്ത് ചെയ്യാം? അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കുറച്ചിട്ട് കണക്ക് കൂട്ടിയാൽ മതി എന്ന് മനസ്സിലാക്കുക. ഇനി എത്രത്തോളം ഒരു യുവാവ് മഹർ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഇങ്ങനെ ശേഖരിക്കുക, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. ആ ശേഖരിച്ചു വെക്കുന്ന പൈസ ഒരു കൊല്ലായിട്ട് അയാളെ കയ്യിൽ ഇങ്ങനെ വന്നു, ഒരു 2, 3, 4 പവന്റെ പൈസ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അയാൾ മഹർ വാങ്ങിയിട്ടില്ല, അയാൾ പോലും സക്കാത്ത് കൊടുക്കണം. അതേപോലെ കടമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ പൈസ ശേഖരിക്കണം. അടുത്ത റമദാനിന് ശേഷം ഒരാൾക്ക് പൈസ കൊടുക്കാൻ അങ്ങനെ ശേഖരിച്ചു വെച്ചു. റമദാനിൽ നോക്കുമ്പോൾ അവന്റെ അക്കൗണ്ടിൽ ഒരു പൈസയുണ്ട്, പക്ഷെ അവന് റമദാൻ കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട പൈസയാണെങ്കിൽ പോലും ആ പൈസക്ക് റമദാനിൽ സക്കാത്ത് കൊടുക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പറഞ്ഞു വന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രയവിക്രയങ്ങൾ നടത്താൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഈ സാമ്പത്തിക അല്ലെങ്കിൽ ഈ പറഞ്ഞ വസ്തുക്കൾക്കെല്ലാം നമ്മൾ സക്കാത്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അതിന് ഈ മാസം ഒരുങ്ങിയാലേ റമദാനിൽ നമുക്ക് ശരിയാവും. നേരെ മറിച്ച് നോമ്പും നോറ്റ് സ്റ്റോക്ക് എടുക്കുക, അതൊന്നും നടക്കൂല. സാധാരണ ഞാൻ പച്ചയായിട്ട് പറയുന്നത്, ആളുകൾ അപ്പൊ എന്താ ചെയ്യാന്നറിയോ? ഞാൻ അന്ന് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, 2 ലക്ഷം അങ്ങോട്ട് പോയി, 1 ലക്ഷം ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും, 1/2 ലക്ഷം കത്തിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേടായി പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു 6 ലക്ഷം. എന്നിട്ട് അതിന്റെ കണക്ക് കൂട്ടി വെക്കുമ്പോ എന്താണ്? അയാൾക്കൊരു എന്ത് കിട്ടി? ഒരു 60,000 കിട്ടി, കിടക്കട്ടെ ഒരു 70,000. അങ്ങനെ ചാക്ക് കണക്കിനുള്ള പരിപാടി എന്തില്ല, ഇസ്ലാമിലില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള തുക 40 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. ആ സാധനം സക്കാത്ത് കൊടുക്കുക. ഏത് വസ്തു, എത്ര കിലോ സ്വർണ്ണുണ്ടോ 40 കൊണ്ടങ്ങോട്ട് ഹരിക്കുക. 40 കൊണ്ട് ഹരിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വസ്തുവിൽ. കൃഷിയിൽ പല വകുപ്പുണ്ട്. 2.5% മുതൽ 5%, 10%, 20% പറയുന്ന സക്കാത്ത് കാര്യങ്ങളുണ്ട്. അതേപോലെ ശമ്പളങ്ങൾ വാങ്ങുന്ന ആളുകൾ, സ്ഥിരമായി ഒരേ ശമ്പളമാണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? മാസത്തിൽ തന്നെ അതിന്റെ സക്കാത്തിന്റെ തുക മാറ്റാം. ഇനി കൊല്ലത്തിലേക്ക് അയാൾക്ക് കറക്റ്റ് കിട്ടുന്ന ഒരു എമൗണ്ട് ആണെങ്കിൽ അയാൾക്ക് കൊല്ലത്തിലും കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? അതിന്റെ സക്കാത്ത് കൃത്യമാക്കി കൊടുക്കാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ വജ്രം, ഡയമണ്ട്, പ്ലാറ്റിനം ഇതിനൊന്നും സക്കാത്തില്ല എന്ന് പറഞ്ഞാൽ സക്കാത്തില്ലല്ലേ, എന്നാ പിന്നെ നമ്മളെ സ്വർണ്ണമൊക്കെ ഒഴിവാക്കിയിട്ട് ഡയമണ്ട് ആക്കിയല്ലേ വജ്രാക്കാന്ന് പറ്റും. അതിന് സക്കാത്തുണ്ട്. ഒരാൾക്ക് സമ്മാനം കിട്ടി ഒരു വജ്രം അല്ല ഡയമണ്ട്, അതിന് സക്കാത്തില്ല. നേരെ മറിച്ച് സക്കാത്ത് കൊടുക്കാനുള്ള അടവിന്, അതായത് അള്ളാനെ പറ്റിക്കാൻ ഒരാൾ തന്റെ സ്വത്ത് എടുത്തിട്ട് ഒരു കാര്യം ചെയ്ത് മോളെ ആ പൈസ മൊത്തം എടുത്തിട്ട് ഡയമണ്ട് ആക്കിയല്ലേ, അത് പറ്റൂല. അതൊക്കെ സക്കാത്ത് കൊടുക്കണം. അതേപോലെ കച്ചവടം ചെയ്യാൻ വെച്ച ഒരാൾക്ക് വിൽപ്പന നടത്തണം എന്ന് വിചാരിച്ചു വെച്ച ഇങ്ങനെയുള്ളതിനൊക്കെയും പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു പരിധിവരെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ചർച്ചകളിലൂടെ വെച്ച സാധനങ്ങളുമാണ് നിങ്ങൾ പറയുന്നത്. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പരമാവധി സൂക്ഷ്മതയോടുകൂടിയിട്ടാണ് ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ. വൈറ്റ് ഗോൾഡ്, സ്വർണം, ഇതിലൊക്കെയുള്ള സ്വർണത്തിന്റെ കണ്ടന്റ്, ആ കണ്ടന്റ് നിർബന്ധമായിട്ട് ഇപ്പൊ കല്ലും സ്റ്റോണും സ്വർണവും കൂടിയുള്ള വസ്തുവാണെങ്കിൽ അതിലെ സ്വർണം, ആ സ്വർണം എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ തൂക്കിയെടുത്തിട്ട് അതിന്റെ നിസാബ് കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഇനി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളിൽ 595 വെള്ളിയുടെ മൂല്യമുള്ള വസ്തുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ 2.5%, 3%, 5% പോലെയുള്ള ഓരോ വസ്തുക്കൾക്കും വ്യത്യസ്തമാണ്. ആ രൂപത്തിലുള്ള സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ പൊതുവെ അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ ലൈഫിൽ വളരെ കുറവാണ്. നമ്മൾ കൃഷിക്കാരൊക്കെ വളരെ കുറവായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഇടപെടുന്ന ആളുകൾ കൂടുതൽ പഠിക്കുക എന്നതാണ് പറയാനുള്ളത്. ഇനി ഒരുപാട് വസ്തുക്കളെ ഒന്നാക്കിയിട്ട് വ്യത്യസ്ത ഇനങ്ങളെ ഒന്നാക്കുക. അപ്പൊ സ്വർണം, വജ്രം, ഡയമണ്ട് ഒക്കെ ഒന്നിച്ച് കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ എല്ലാത്തിനും എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മള് ഈ ആട്, മാടുകളൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ 20, നമുക്കറിയാലോ ആടിന്റെ സക്കാത്ത് എങ്ങനെ 40 ആടുള്ള ഒരാൾക്ക് ഒരാട് കൊടുക്കണം. 20 ആടുള്ള ഒരാൾക്ക് സക്കാത്തില്ല. പക്ഷേ 20 വ്യക്തിക്കാണ്, സ്ഥാപനത്തിന് എന്തില്ല സക്കാത്തില്ല, വ്യക്തിക്കാണ്. ഇപ്പൊ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ 2 മുസ്ലിംസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് സക്കാത്ത് കൊടുക്കണ്ട. ഇനി മുസ്ലിം ആയാലും കൊടുക്കണം. നമ്മൾ വ്യക്തി എന്ത് അതിലിട്ടിട്ടുണ്ട്, അവർക്ക് ആ ഒരു കൊല്ലം കഴിയുമ്പോൾ അതിലെത്ര
പിന്നെ മുതലുണ്ട് എന്ന് നോക്കിയിട്ട് ആ വ്യക്തി കൊടുക്കുക എന്നതാണ് പ്രധാനം. ഇതുപോലെയുള്ള ആടുകൾ മാടുകളൊക്കെ ശേഖരിച്ചിട്ട് ഇപ്പൊ ഒരു 40 ആട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, വേറൊരാൾ 40 ആട് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ആളെ സംബന്ധിച്ചത് അയാൾ എന്തായാലും ആ 40 ആടിന്റെ സക്കാത്ത് കൊടുക്കും. 20 ആണെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി കുറെ ആളുകൾ കൂടിയിട്ട് പൈസ ഇട്ടിട്ട് ഒരു വലിയ ആടിന്റെ ഫാക്ടറി നടത്തുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, ഈ ആളുകളെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചിട്ട് അതിന്റെ സ്റ്റോക്ക് നോക്കിയിട്ട് അവർക്കുള്ള ഓഹരിക്കനുസരിച്ചുള്ള എന്ത് ചെയ്യണം, സക്കാത്ത് നൽകണം. ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ആദായത്തിൽ നിന്ന് നമുക്ക് കിട്ടി വന്നിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള എമൗണ്ടും നമ്മൾ വിൽപ്പന നടത്താൻ വെച്ചിരിക്കുന്ന വസ്തുവും വിൽപ്പന നടത്തിയിട്ട് കിട്ടിയ ലാഭവും ഇതൊക്കെയും നമുക്ക് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അളവെടുത്ത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇതിലെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും എന്ത് ചെയ്യരുത്, നമ്മൾ അതിൽ വീഴ്ച വരുത്തരുത്. കാരണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഒരു നിസാബത്ത് ഹൗല് തികഞ്ഞ ഒരു എമൗണ്ട് നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിട്ടിട്ട് വരുന്ന പെരുകി വരുന്ന പണം മുഴുവൻ നമുക്ക് ഹറാമായിട്ട് മാറും. നമ്മൾ അറിയാത്ത ഹറാമ് നമ്മളെ മക്കൾ തിന്നുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിന്റെ കൃത്യമായ അർത്ഥം? ശുദ്ധീകരിക്കുക, വികസിപ്പിക്കുക, വലുതാക്കുക. അതായത് അതിലൂടെ പണം പെരുക്കുകയാണ് ചെയ്യുക, ഒരിക്കലും പണം കുറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ ഒരാളും പട്ടിണിയിലാവില്ല, ദരിദ്രരാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കടമുള്ള കച്ചവടക്കാരൻ, സാമ്പത്തിക വർഷം അയാൾ കൊടുക്കേണ്ട കടം ഞാൻ പറഞ്ഞില്ലേ, റമളാനിന് ശേഷം കൊടുക്കേണ്ടതാണെങ്കിൽ റമളാൻ വരെയുള്ള മുഴുവൻ എമൗണ്ട് അയാൾക്ക് എന്ത് ചെയ്യണം, സക്കാത്തിലേക്ക് അയാൾ അളവെടുക്കേണ്ടതാണ്. ഇനി ഭൂമി മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചാൽ ഒരാൾ ഭൂമി മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചാൽ അയാൾക്ക് സക്കാത്തില്ല. പക്ഷേ ഇത് മക്കൾക്കാണ്, ഇതോന്റെ പേരിലാണ്, ഇവന്റെ പേരിലാണ് അവർ വാങ്ങുന്നു, നല്ല ലെവല് കിട്ടുന്ന സമയത്ത് അത് വിൽക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ കച്ചവട വസ്തുവാണ് അത്, അയാൾ അതിൽ സക്കാത്ത് കൊടുക്കണം. അള്ളാഹു നമുക്ക് എല്ലാത്തിനും സൂക്ഷ്മതയോടുകൂടി ഇടപെടാനുള്ള തൗഫീഖും അറിവും ഈമാനും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതേപോലെ തന്നെ സംഘടിതമായി നൽകുക എന്ന്, സംഘടിതമായി കൊടുക്കരുതെന്നൊക്കെ ആളുകൾ പറയും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നറിയോ? സംഘടിതമായി കൊടുക്കുന്ന സമയത്ത് ശരിക്കും അതിന്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ഒരു നാട്ടിലെ ഒരു ദരിദ്രൻ ഒരു സംഘടിതമായ ഒരു വലിയ എമൗണ്ട് കൊണ്ട് നാളെ സക്കാത്തിന് അർഹനല്ലാത്ത വിധം അവനെ ആ മിസ്കീനായ അല്ലെങ്കിൽ എന്താ പറയാ ഫക്കീറായ മനുഷ്യന് നമ്മളൊരു ഉപജീവനം നൽകുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു എമൗണ്ട് നൽകുന്നതിലൂടെ അവൻ രക്ഷപ്പെടും. ഒരു കടമുള്ള ഒരാൾ, ഒരു 5 ലക്ഷം കടമുള്ള ഒരാൾക്ക് സക്കാത്ത് സെല്ലിൽ നിന്ന് 5 ലക്ഷം കൊടുത്തിട്ട് അയാളെ കടത്തിൽ നിന്ന് മുക്തനാക്കുന്നതോടുകൂടി അയാൾ അടുത്ത കൊല്ലം എന്തില്ല, അയാൾക്ക് സക്കാത്തിന് അർഹതയില്ല. അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സക്കാത്തിന്റെ സമയമെത്തിയിട്ടും കൊടുക്കാത്ത ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കാനാണ് പ്രവാചകൻ ആജ്ഞാപിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖൊക്കെ യുദ്ധത്തിന് വരെ, അതായത് അയാൾക്കെതിരെ ബലം പ്രയോഗിച്ചിട്ട് പണം വാങ്ങും എന്ന നിലയ്ക്ക് കഠിനമായ തീരുമാനമെടുത്ത ആളായിരുന്നു. ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം സക്കാത്തിന്റെ അർഹരിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ചെലവിന് അല്ലെ, ആ ചെലവ് വരെ അതിൽ നിന്ന് ആ 8 ഓഹരിയിൽ ഒന്നായിട്ട് എണ്ണിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് സക്കാത്ത് ഇങ്ങനെ കൂട്ടി ശേഖരിച്ച് അതിന് ജീവനക്കാരുണ്ടാവും, കണക്ക് നോട്ടക്കാരനുണ്ടാവും, വിതരണക്കാരുണ്ടാവും, ഡ്യൂട്ടിയിൽ ആൾക്കാരുണ്ടാവും, സേവകന്മാരുണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും. അവർക്ക് വരെയുള്ള ചെലവ് അതിൽ നിന്ന് എടുക്കാന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംഘടിതമായ സിസ്റ്റത്തിലാണ് അത് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവർ വേറെ അങ്ങോട്ട് പോകേണ്ടതില്ല. പിന്നെ ആളുകൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ, അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്ത് ചെയ്യും, ഏടെ സക്കാത്ത് കൊടുക്കേണ്ട പൈസ അടക്കും, പിന്നെ അടുത്ത ആള് പോവുക ചെയ്യും. ഒന്നുകിൽ ഈ ഫത്വ കൊടുത്ത ആളോ അതിന്റെ ആൾക്കാരോ പോയിട്ട് പറയും, നമുക്കൊരു സമ്മേളനം വരുന്നുണ്ട്, ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്, അതിന്റെ മുന്നത്തെ 3 റൂം നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ പൈസ അവിടെ ഇട്ടാൽ മതി. സക്കാത്തുമായി, സദഖയായി, എന്താ പറയാ ചാരിറ്റിയായി, മുസ്ലിം സമൂഹത്തിൽ ഖുർആനൊക്കെ പഠിക്കാനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പൈസ പേഴ്സണലായിട്ട് എന്ത് ചെയ്യും, ചീറ്റ് ചെയ്ത് കൊണ്ടുപോകപ്പെടും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് നമ്മൾ നമ്മളുടെ മഹല്ലുകളിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ സക്കാത്ത് സിസ്റ്റം ഒന്നിച്ച് ബൈത്തുൽ മാലിലേക്ക് ഒന്നിച്ച് ശേഖരിച്ച് അർഹരായ ആളുകളെ തെരഞ്ഞെടുക്കാൻ സ്റ്റാഫുകളെ അയച്ച് അവരതിനെപ്പറ്റി പഠിച്ച് അതിന്റെ ഒരു സെൻസിൻ എടുത്ത് എന്നിട്ട് കൃത്യമായി അവർക്ക് നൽകുന്ന ഒരു സിസ്റ്റം, അതാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമ്മൾ എല്ലാവരും നടന്നെടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരാൾ ഭൂമി വാങ്ങി, 1 ലക്ഷത്തിന് ഭൂമി വാങ്ങി, പക്ഷേ ഭൂമി, ആ നാട്ടിലെ ഭൂമി വില അങ്ങോട്ട് ഇടിഞ്ഞു,
മാർക്കറ്റ് ഇല്ലാതായി, അല്ലെങ്കിൽ വിൽക്കാൻ കഴിയാത്ത വസ്തുവായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ വാങ്ങിയ പൈസന്റെ സക്കാത്ത് കൊടുക്കാന്നാണ്. വില ഇടിഞ്ഞാൽ അന്നത്തെ വിലയുടെ റേറ്റിൽ അയാൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും വിറ്റാ കിട്ടുന്ന പൈസക്ക് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്, അയാൾ വിറ്റിട്ട് കൊടുത്താൽ മതി. ഇനി ഒരാള് വിൽക്കാൻ ഇങ്ങനെ വെച്ചു 4-5 കൊല്ലം അത് പോകുന്നില്ല, പോകുന്നത് വരെ വാങ്ങിയ വിലക്കുള്ള സക്കാത്ത് ഇങ്ങനെ കൊടുക്കുക. പെട്ടെന്നൊരു വലിയ പൈസക്ക് അത് വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ ആ വലിയ പൈസയുടെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി ആ ഭൂമിയുടെ സക്കാത്ത് ക്ലിയർ ആയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിൽ എല്ലാ നിലക്കും സക്കാത്തിന്റെ കാര്യത്തിൽ, നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ പിന്നെ സൂക്ഷ്മത പുലർത്തുന്നത് പോലെ സക്കാത്തിന്റെ കാര്യത്തിലാണ് ഇനി നമ്മൾ നടക്കാനുള്ളത്. ആളുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു സംശയമില്ല. കൊടുത്തു തുടങ്ങിയ കൊടുക്കുന്ന ആള് എന്ന് നാട്ടിൽ അറിയപ്പെട്ട ഒരാളെ പറ്റി ആരും എന്ത് ചെയ്യാറില്ല, കുറ്റപ്പെടുത്താറില്ല. അയാളും അഭിമാനത്തോടു കൂടിയാണ് ജീവിക്കുക. പക്ഷെ അയാളുടെ കൃത്യമായ കണക്കെടുത്ത് നോക്കുമ്പോൾ അയാൾ ഒരു സേഫ് സോണിൽ അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ബാക്കിയുള്ള എമൗണ്ടിൽ ഈ ഹറാമ് കയറി വരാൻ ആരാന്റെ പൈസ തിന്നുന്നതായിട്ടാ വരിക. ഫക്കീറായ മിസ്കീനായ പാവപ്പെട്ടവന്റെ പൈസ ഇയാളുടെ കച്ചവടം ഉണ്ടാക്കാനും പെരുക്കാനും വേണ്ടി ഉപയോഗിച്ചതായിട്ടാണ് വരിക. അള്ളാഹു നമുക്കതിൽ സൂക്ഷ്മത പുലർത്തി നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹി വസിക്കും വ ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈ ശഅബാൻ മാസത്തിൽ വരുന്ന മാസത്തിലെ പുണ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാനും എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഈ അടുത്ത് നമ്മൾ 1-2 കൊലപാതകങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രദ്വാര നമ്മൾ മനസ്സിലാക്കി. അവിടെയൊക്കെ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ യഥാർത്ഥത്തിൽ വായിച്ചു നോക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ആ കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ അടുത്ത് നടന്ന ഒരു കുടുംബത്തിലെ 3 പേരെ ഒരു പ്രതി ഇല്ലാതാക്കിയല്ലോ. ആ പ്രതിയെ പിടിച്ചു കൊണ്ടുപോയി ആ പ്രതി പറയുന്നത് അയൽവാസിയായ ഒരു നീളൻ മുടിയുള്ള സ്ത്രീയാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത് എന്നാണ് അയാള് മൊഴി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2.5 വയസ്സുകാരിയെ കൊന്നുകളഞ്ഞു. ആ കുഞ്ഞിന്റെ അമ്മാവനാണ് കൊല്ലുന്നത്. കാരണമായി അദ്ദേഹം പറയുന്നത് ഈ കുട്ടി ജനിച്ചതിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നത് എന്ന് ജ്യോത്സ്യൻ പറഞ്ഞു അത്രേ. അതുകൊണ്ട് അതിനെ കൊല്ലുക. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഒരിക്കലും ജ്യോത്സ്യന്റെ അടുക്കൽ നമ്മൾ അടുക്കരുത് എന്ന്. ഏറ്റവും വലിയ, നമുക്ക് സ്വർഗം നിഷിദ്ധമായി പോകുന്ന, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഏറ്റവും വലിയ മാരകമായ തിന്മയായിട്ട്, ഹറാമായിട്ടാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമുക്ക് ഏതെങ്കിലും, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്ക് എന്തെങ്കിലും മുടക്കം വന്നാൽ അത് നേടിത്തരാൻ ഏതെങ്കിലും ജ്യോത്സ്യന്മാർക്കോ സിദ്ധന്മാർക്കോ ഔലിയാക്കന്മാർക്കോ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നബിയേ, നിനക്ക് അല്ലാഹു വല്ല ഉപദ്രവത്തെയും ബാധിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിന്നെ തടയാൻ, നീക്കം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു നിനക്ക് നല്ല നന്മ എന്തെങ്കിലും ബാധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് മുടക്കാനും ഒരുവനും സാധ്യമല്ല എന്നാണ് നമ്മളെല്ലാവരും നമസ്കാരത്തിന് ശേഷം ഒരിക്കലും അള്ളാഹു നൽകാൻ വിചാരിച്ചത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അതിന് മാത്രവുമല്ല, അത് ഏതെങ്കിലും നിലക്കൊരു പരീക്ഷണം വരുമ്പോഴേക്കും നമ്മളൊക്കെയും ഇതുപോലെയുള്ള നമ്മളുടെ അത്ര വരുമാനം പോലും ഇല്ലാത്ത ഒരു ജോലിയായി, തൊഴിലായി, ഫീസ് വാങ്ങി ചെയ്യുന്ന ഒരാളടുത്തേക്കാണ് നമ്മൾ പോകാറുള്ളത്. പലപ്പോഴും ആളുകൾ വളരെ ഖേദമാണ് കാര്യങ്ങൾ. എന്നിട്ട് അവർ പറയുന്നതിലേക്ക് അവർ വിശ്വസിക്കുക. നിങ്ങളുടെ ബാത്റൂം ഇന്നടത്തായതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം, അത് വീട്ടിൽ വരും, നിങ്ങളുടെ ജനല് അവിടെ ആയതുകൊണ്ടാണ് പ്രശ്നം. അപ്പോഴേക്കും നമ്മുടെ മനസ്സങ്ങോട്ട് മാറുക, പറച്ചോനെ അതുകൊണ്ടായിരിക്കും, എന്നാ പിന്നെ പൊളിച്ചളയാ ഏതായാലും. മുവഹിദുകളായ എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാണ്, നമ്മൾ പറയും നമുക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നും, നമ്മൾ അന്ധവിശ്വാസത്തിനൊക്കെ രക്ഷപ്പെട്ടാന്നൊക്കെ പറയും. പക്ഷേ നമ്മളും വീടെടുക്കുന്ന സമയത്ത് ഈ കഞ്ഞിമൂല എന്ന് പറയുന്നത്, കഞ്ഞിമൂല എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് തെക്ക് മൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മൂലയിൽ ഇങ്ങനെ കുഴിച്ചാൽ, മാലിന്യങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ, സെപ്റ്റിക് ടാങ്ക് വെച്ചാൽ ആ വീട്ടിലെ പ്രധാനി മരിക്കും എന്നാണ് വിശ്വാസം. പ്രധാനി മരിക്കുന്നു ആരും പറയാറില്ല, പക്ഷെ അപകടം. അപ്പോ നിങ്ങൾ എന്താ ഇവിടെ അങ്ങനെ കുഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഏതായാലും അവിടെ കുഴിക്കണ്ട, നിങ്ങൾ അപ്പുറത്തെ സ്ഥലം ഉണ്ട്. കാരണം നമുക്ക് പേടിയൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയും, എന്നാലും ആളെ കുഴിക്കണ്ട നമ്മൾ തീരുമാനിക്കുക. ഒരു റസൂൽ പറഞ്ഞില്ലേ, ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ ശിർക്ക് നിങ്ങളിലേക്ക് കയറി വരുന്നു. കാരണം ഭയപ്പെടുക നമ്മൾ ആ ടാങ്കിനെ, ആ സെപ്റ്റിക് ടാങ്ക് കാരണത്തെ ഞാൻ മരിച്ചു പോവോ, എന്റെ ഓള് മരിച്ചു പോവോ,
എന്ന്. അതുപോലെ തന്നെ വൻമരങ്ങൾ, തണൽ നൽകുന്ന വൃക്ഷങ്ങൾ, മാമ്പഴമുണ്ടാകുന്ന പ്ലാവുകൾ, ചക്ക ഉണ്ടാകുന്ന പ്ലാവുകൾ, മാവുകൾ, ഇതൊക്കെയും ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന തണലായി നിൽക്കുന്ന മരങ്ങൾ നെടുങ്ങനെ മുറിച്ചാൽ ആ വീടിന്റെ തണലായ ആള് തട്ടിപ്പോകുന്ന. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യില്ല, ചിലത് മുറിക്കില്ല. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി നോക്കി, മുറിക്കാണ്ട് വെച്ചോരെ വീട്ടിൽ ഉമ്മയും മുറിച്ചോന്റെ ഉമ്മയും രണ്ടാളും മരിച്ചായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ കണക്കെടുത്ത് നോക്കിയേ. അല്ലെ പിന്നെ ഇവര് മരിക്കാതെ 200 കൊല്ലമൊക്കെ അവിടെ ഉണ്ടാവണം. എന്തേ മരിക്കാഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ കഞ്ഞിമൂലയിൽ കുഴിച്ചിട്ടില്ല, ഞങ്ങളെ മാവ് ഞങ്ങൾ മുറിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവണം. ഇനിയോ ഇത് പറഞ്ഞു തരുന്ന ഉസ്താദുമാര്, പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞു തരുന്ന ഉസ്താദുമാരും ഈ പറഞ്ഞത് പലപ്പോഴും നിങ്ങളെ ആത്മാർത്ഥത്തെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്, ഉറക്ക് ശരിയാകുന്നില്ല, അപ്പോൾ നൂല് കെട്ടിത്തരും. ഇന്ന് വരെ അവർ നൂലെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ കാണൂല ഒരു ഉസ്താദിന്റെ കയ്യിലും ഒരു നൂലും നിങ്ങൾ കാണൂല. സാധാരണ സ്വർണം കച്ചവടം ചെയ്യുന്നവന്റെ കൈത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ ഉണ്ടാവും, അല്ലേ? ഓരോ നിങ്ങൾ ആലോചിച്ച് ഓരോരുത്തർ എന്തെങ്കിലും ഉണ്ടാവില്ല. ഇവരെ കയ്യിൽ ഒരാളെ കയ്യിലും നൂലുണ്ടാവില്ല. ഇവര് പണ്ടൊക്കെ പ്രസവത്തിന് നഫീസത്തുമാല ചെയ്യാൻ മതി എന്ന് പറഞ്ഞു. ആ പ്രസംഗിച്ച ആളുകളൊക്കെയും ഇപ്പൊ എവിടെ ഉണ്ടാവില്ല? ബേബി മെമ്മോറിയലിലോ അല്ലെങ്കിൽ മൈത്രയിലോ അങ്ങനെയുള്ള ലേബർ റൂമിന്റെ മുന്നിലാണ് വരുത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും എന്താ പറയുക, ആ നൂല് കെട്ടിയ യുവാവിനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ഓൻ പറയും, സത്യാണ് നിങ്ങൾ പറഞ്ഞത്, 100% ശരിയാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നാ പിന്നെ മോനെ അത് പൊട്ടിച്ചൂടെ? അല്ല, അതിപ്പോ പൊട്ടിക്കണ്ടാണ്, അത് പൊട്ടിക്കാൻ പേടി, ഞാൻ പൊട്ടിച്ചോളും വീട്ടിൽ നിന്ന് പറഞ്ഞു. ഇനി അഥവാ ഓനെ നമ്മൾ പറഞ്ഞ് ഹദീസ് കാണിച്ചു, തായത്ത് കാണിച്ചിട്ട് മനസ്സിലാക്കി നമ്മൾ നൂല് പൊട്ടിച്ചു എന്ന് വിചാരിച്ചു. ആ സമയത്ത് ഓനിക്ക് പോകേണ്ട ട്രെയിൻ മിസ്സായാൽ ഓൻ ഉറപ്പിക്കും ആ നൂല് പൊട്ടിച്ചോണ്ട ട്രെയിൻ പോയി. ചിന്തിച്ചു, ഓനൊന്നും പടം മറിഞ്ഞ് വീണാൽ എന്തറിയും, ആ നൂലാർന്ന് മുറിച്ചേരേ എനിക്ക് ഉറപ്പാണ്. ഈ കെട്ടിക്കൊടുത്തോലും പറയും, ഇതിനെ മുറിച്ച് പോയില്ലേ, അന്നേരം തന്നെ സെക്യൂരിറ്റി പോയില്ലേ. നിങ്ങൾക്കറിയുമോ, ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ചിട്ട് കൊല്ലാണ് ഓരോരുത്തരെ കൊല്ലാണ്. അവനവൻ തട്ടിക്കൂട്ടി 10-40 കൊല്ലം മെനക്കെട്ടുണ്ടാക്കിയ വീട് വിറ്റുകളയാണ് പറയുന്നത്. ആരാ പറയുന്നത്? അമ്മ ആസാൻ നാട്ടിൽ ഡ്യൂട്ടിക്ക് കയറിയ ഉസ്താദാ പറയുന്നത്. വിറ്റുകളാ, പ്രശ്നമാണ്, വലിയ അപകടം കാണുന്നുണ്ട്. വിറ്റ് വേറെ വീട് വാങ്ങിയ ശേഷം അയാൾ അറ്റാക്കായി അയാൾ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്ന് വാർഡിൽ വന്നാൽ അയാൾ പറയുന്നുണ്ടറിയോ, എത്ര നന്നായി വിറ്റത്, വിറ്റിട്ട് നിങ്ങളിങ്ങനെ ആയില്ല എന്നല്ല ചിന്തിക്കുന്നത്, എത്ര നന്നായി അത് വിറ്റതുകൊണ്ട് ഞാൻ ബാക്കിയായി. അറ്റാക്ക് വന്ന അതാപൊന്നും അയാൾ മറന്നു, ബാക്കിയായില്ല, അയാൾ ആശ്വാസം കൊണ്ടാണ്. പിന്നെ അയാൾ മരിക്കുകയാണല്ലോ, മരിച്ചാൽ പിന്നെ അയാൾക്ക് ന്യായം പറയാൻ കഴിയും. അയാൾ മരിച്ചു, അയാൾ പൊഞ്ചു കൊണ്ടുപോയി ഉസ്താദ് അടുത്ത പള്ളിയിലേക്ക് ഡ്യൂട്ടിക്ക് പോകും. നിങ്ങൾ ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, പലരെയും ഇങ്ങനെ പിടിച്ചു കെട്ടി അവന്റെ മനസ്സിന്റെ ദുർബലതയെ പിടിച്ചു കെട്ടി പൈസയാക്കുന്ന കൊള്ളക്കാർ ജീവിക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസം പ്രിയപ്പെട്ടവർ ഒരിക്കലും അരുത്. നമ്മുടെ ഭാര്യ പോലും നിങ്ങൾക്ക് ചുവപ്പ് നിറം ചേരും അല്ലെങ്കിൽ നീല നിറം ഷർട്ട് ചേരും എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാര്യ നമ്മൾ സ്വന്തം ആളാണെങ്കിൽ നമ്മൾ വിചാരിക്കും നീല ചേരുവിലടി, ഞാനൊരു വയലറ്റ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു ഗ്രേ ആക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു സ്വന്തം അഭിപ്രായത്തിന് കെട്ടുന്നവരാ നമ്മൾ. അത്രത്തോളം നമ്മളുടെ സ്വാർത്ഥത നമ്മൾ അവിടെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലപ്പോഴും എന്ത് പറയാനാണ് ഉസ്താദ് പറയാൻ ഏതായാലും പൊളിച്ചളിയുന്നത്. നല്ല നല്ല ബിൽഡിംഗ്, നല്ല ബാത്റൂമിന്റെ അകത്ത് അലമാരയാണ്, ഡ്രസ്സും അലമാരയും. എന്താന്ന് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞിട്ട് അവിടെ ബാത്റൂം പറ്റൂല, സ്വന്തമായിട്ടൊരു ബാത്റൂം പോലും ആ മനുഷ്യൻ എടുത്തിട്ടുണ്ടാവില്ല. ഈ മനുഷ്യനാണ് ഈ ബാത്റൂം മുടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അനാചാരങ്ങൾ, ഇതാണ് അനാചാരം. ഇവിടെയാണ് നമ്മൾ ഒരാളെയും ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ അടുക്കലുള്ള 365 ദിനങ്ങൾ അള്ളാഹുവിന്റെ ദിനങ്ങളാണ്. ഏതൊരു രാത്രിയും പകലും ഏത് ദിവസവും അള്ളാഹുവിന്റെ ദിവസങ്ങളാണ്. എല്ലാം അള്ളാഹുവിന്റെതാണ്, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. എല്ലാവരും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടോ ചെയ്യാണ്ടോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ചെറിയ ഭയം. ഞാൻ നേരത്തെ കഞ്ഞിമൂലയുടെ കഥ പറഞ്ഞതുപോലെ മുവഹിദുകളെ, നമ്മൾക്ക് ആർക്കെങ്കിലും ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല, പക്ഷേ നിങ്ങൾ അവിടെ ഏതായാലും കുഴിച്ചോണ്ട് അപ്പുറത്ത് കുഴിച്ചോളി, അതുപോലെ നമുക്ക് ഉണ്ടാകരുത്. അതുണ്ടോ നമ്മൾ കുലുങ്ങി നടത്തണം. അതുകൊണ്ട് അത്തരുണത്തിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുമ്പോഴാണ്, അതിങ്ങനെ പടരുമ്പോഴാണ് ഇതുപോലെയുള്ള കൊലപാതകങ്ങളൊക്കെ വരേണ്ടി വരുന്നത്. എത്ര ആളുകൾ ഈ അബോർഷനൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. ഈ നിർദ്ദേശം കാരണത്തിൽ നിങ്ങൾക്ക് പറ്റൂലട്ടോ, ഇപ്പൊ നിങ്ങൾ പ്രസവിക്കരുത്, അല്ലെങ്കിൽ ഈ മാസം ഈ കൊല്ലം കല്യാണം കഴിക്കരുത്, ഇന്ന ദിവസം പോകരുത് എന്നൊക്കെ പറഞ്ഞ് ചില ദിവസങ്ങളെ നെഹ്സാക്കിയിട്ട് ഏതൊക്കെ ദിവസമെന്നറിയോ, ഏതൊക്കെ ദിവസമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പരിശുദ്ധി പറഞ്ഞിരിക്കുന്ന ഖബറിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ ദിവസം പോലും നെഹ്സാക്കിയിട്ട് ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. ഇത് വിശ്വസിക്കാൻ ആൾക്കാർ, എന്നിട്ട് ദിവസം വീട് വാങ്ങാൻ പോകുമ്പോൾ ഇയാൾ പറയണം, അതെ ആ വീട് പറ്റൂ, കുഴപ്പമില്ല എടുത്തോളി, ആ വീട് പറ്റൂല പിന്നെ എടുക്കൂല. ഇതാരായി മനുഷ്യൻ? ഗൈബിയായ കാര്യം അല്ലാഹുവിന്റെ റസൂലിന് പോലും പ്രിയപ്പെട്ടവരെ കൊടുത്തിട്ടില്ല. പടച്ചതമ്പുരാൻ ആ കഴിവ് പ്രവാചകന് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ് അത് നിങ്ങൾക്ക് പറ്റൂല. അത് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിഴുങ്ങുകയാണ്. നമ്മൾ ആദ്യം ഇയാളെ നമുക്ക് പറ്റുമെന്നാ ചോദിക്കേണ്ടി ഉസ്താദിനോട്, എന്നിട്ട് ആ വീട് പറ്റുമെന്ന് ചോദിക്കാവും.
ആളുകളെ ഈ പറഞ്ഞ ആളുകളുടെ വിശ്വാസത്തിന്റെ ദുർബലതയിൽ പലപ്പോഴും പാവങ്ങളായി ഇതിലൊക്കെ പിടിപെടാറുള്ളത്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നീങ്ങുക. ആളുകൾ എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് നമ്മളുടെ നിദാനം ഖുർആനും സുന്നത്തുമായിരിക്കും. നമ്മൾക്കിടയിൽ വല്ല ഭിന്നാഭിപ്രായവും ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങുവിൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ ഇഷ്ടമാണോ അല്ലയോ, പ്രവാചകൻ വെറുക്കുമോ ഇല്ലയോ, അള്ളാഹുവിന് ഇഷ്ടമാകുമോ ഇല്ലയോ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുമോ ഇല്ലയോ, ഇതാണ് ഏതൊരു കാര്യം നിർവഹിക്കുമ്പോഴും നമ്മൾ തീരുമാനമെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് അവലംബമായിട്ട് അഭിപ്രായം ചോദിക്കാം, പക്ഷെ അത് നമ്മുടെ വിശ്വാസത്തെ ആളുകൾ ഈ പറഞ്ഞ ദുർമന്ത്രവാദികൾ നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു കാലത്ത് നല്ലോണം അതിസൂക്ഷ്മതയോടുകൂടി നമ്മൾ നീങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കും പരിക്കു പറ്റും. വിശ്വാസത്തെ അവർ കൊണ്ടുപോകുന്നത് അള്ളാഹിനെ പറ്റിയുള്ള ഹൗഫ് മാറിയിട്ട് ഈ മറ്റുള്ള ഹൗഫുകൾ വരിക. അള്ളാഹിനെ പറ്റിയുള്ള പ്രതീക്ഷ മാറിയിട്ട് ഓന്റെ പ്രതീക്ഷ നൂല് കെട്ടിയതുകൊണ്ട് എനിക്കൊന്നും പറ്റൂല എന്നുള്ള വിശ്വാസത്തിൽ ഓൻ നടക്കുക. എത്ര നൂല് കെട്ടിയ ആൾക്കാർ ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്, എത്ര ആളുകൾക്ക് രോഗമുണ്ട്. ആർക്കെങ്കിലും നല്ലൊരു പാതയത്തിൽ അവർ എത്തിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? ഇവരൊരു നൂല് കെട്ടിയിട്ട് ആ നൂലിൽ നിന്നും മാറാതെ അതിനേക്കാളും കടുപ്പമുള്ള നൂല് കെട്ടുന്നിടത്തേക്ക് പോകുന്ന ആളുകളായി മാറുക എന്നതല്ലാതെ അവർക്കൊന്നും ഇതിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അവർ തീർത്തും അള്ളാഹുവിന്റെ സന്മാർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തുക. ഈ പരിശുദ്ധ റമളാനിന്റെ മുമ്പുള്ള ഈ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞ സക്കാത്തും ഞാൻ ഈ പറഞ്ഞ സൂക്ഷ്മതയും പ്രിയപ്പെട്ടവരെ വൃത്തിയാക്കി കൃത്യമാക്കി കൊണ്ടുവരിക. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും വായിക്കാനും ദിക്റുകൾ ചെല്ലാനും ഒക്കെ തീരുമാനമെടുത്തിട്ടുള്ള ഒരു ഒരുക്കം, ആത്മീയമായ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം ഈ ഒരു ദൗത്യത്തിൽ ഇടപെടാനുള്ള തൗഫീഖ് നൽകി നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.